السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الحمد لله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش. والصلاة والسلام على من لا نبي بعده الذي ينزل عليه الفرقان العظيم لهداية الأنام من الضلال إلى الهدى. وعلى آله وأصحابه الذين اتبعوه في كل وقت وحين والذين اتبعوهم بإحسان إلى يوم الدين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم أنت السلام ومنك السلام وإليك يرجع السلام. هينا ربنا بالسلام وأدخلنا برحمتك تباركت ربنا وتعاليت يا ذا الجلال والإكرام. اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى وأقمنا الصلاة وآتينا الزكاة وأطعنا الله ورسوله إنما يريد الله ليذهب عنكم الرجز أهل البيت ويطهركم تطهيرا. قال نبينا محمد رسول الله صلى الله عليه وسلم: فاطمة سيدة نساء أهل الجنة. كل اجتماع للخليلين فرقة كل الذي دون الفراق قليل. كل اجتماع للخليلين فرقة وكل الذي دون الفراق قليل.
وإن افتقادي فاطما بعد أحمد دليل على أن لا يدوم خليل وإن افتقادي فاطما بعد أحمد دليل على أن لا يدوم خليل رضوان تری جنت میں میرا جی نہیں لگتا رضوان تری جنت میں میرا جی نہیں لگتا میں تو یہاں گنبد خضرا نہیں دیکھا صلی اللہ علی محمد صلی اللہ علیہ وسلم صلی اللہ علی محمد صلی اللہ علیہ وسلم اللہم صلی علی محمد یا ربی صلی علیہ وسلم. സമാധാനീയരായ വേദിയിൽ ഉപവിട്ടരായ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ കണ്ണൂർ ജില്ലയുടെ സമാധാനീയരായ നേതാക്കളെ, അല്ലാഹുവിൻ്റെ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ കരളിൻ്റെ കഷ്ണമെന്ന് മുത്തുനബി തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച മുസ്ലിം ഉമ്മത്തിലെ സഹോദരിമാരുടെ വഴികാട്ടി ഹസ്രത്ത് സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവരെക്കുറിച്ച് കേൾക്കാൻ, അറിയാൻ, ഗ്രഹിക്കാൻ, മനസ്സിലാക്കാൻ, പകർത്താനായി ഈ വേദിയിൽ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ സഹോദരങ്ങളെ, സഹോദരിമാർ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ കുടുംബത്തെയും സ്നേഹിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. ലോകൈക ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പകർന്നു ലഭിച്ച അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ദീൻ ജീവിതത്തിലുടനീളം നിലനിർത്തുവാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സ്വർഗ്ഗത്തിലേക്ക് സഹോദരിമാരെ ആനയിക്കുമ്പോൾ നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സഹോദരിമാർ, അവർക്കൊക്കെയും അവരോടൊപ്പം സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിലായി സ്വർഗലോകത്തേക്ക് കടന്നു പോകാൻ അല്ലാഹു നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സ്വർഗീയ രാജ്ഞി എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ലോകാനുഗ്രഹിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം തുടക്കം മുതലേ പരീക്ഷണങ്ങൾ നിറഞ്ഞതായിരുന്നുവെന്ന് കണ്ടെത്താൻ നമുക്ക് കഴിയും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഒരിക്കൽ പറഞ്ഞത്, ഇന്ന അശദ്ദന്നാസി ബലാഅൻ അൽ-അംബിയാ, ഏറ്റവും കൂടുതൽ അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നത് പ്രവാചകന്മാർക്കാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് അതിനോടടുത്ത സ്ഥാനമുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സ്ഥാനം ആർക്കാണോ അല്ലാഹു നൽകുന്നത് അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പരീക്ഷണം ഉണ്ടാവുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ചെറുപ്പം മുതലേ പരീക്ഷണങ്ങൾ നിറഞ്ഞതായിരുന്നു. ജനിക്കുമ്പോൾ പിതാവില്ല. ജനിച്ച 6-ാമത്തെ വയസ്സിൽ പ്രിയപ്പെട്ട മാതാവ് മരണപ്പെട്ടു പോയി. 6-ാമത്തെ വയസ്സിൽ 6
8ാമത്തെ വയസ്സിൽ പിതൃവനായി ഉപ്പയുടെയും ഉമ്മയുടെയും സ്ഥാനത്ത് തണലായി നിന്ന പിതാമഹൻ ലോകത്തോട് വിട പറഞ്ഞു. അങ്ങനെ തീക്ഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ 2 അനുഗ്രഹങ്ങൾ ഹബീബായ റസൂലുള്ളാഹിക്ക് ലഭിച്ചത് റസൂലുള്ളാഹിന്റെ 35ാമത്തെ വയസ്സിലാണ്. 35ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എപ്പോഴും ഓർക്കാനും സന്തോഷിക്കാനും ഹൃദയത്തിൽ താലോലിക്കാനും ഒക്കെ ഉണ്ടായ അവസരമുണ്ടായ 2 അനുഗ്രഹങ്ങൾ ഉണ്ടായത്. ഒന്ന്, അറബികൾ വിശുദ്ധമായ കഅബാലയത്തിന്റെ പുനർനിർമ്മാണം നടത്തുമ്പോൾ ഹജറുൽ അസ്വദ് വെക്കുന്നതിനെ കുറിച്ച് തർക്കമുണ്ടായവരിൽ തർക്കം രൂക്ഷമായി. ഗോത്രങ്ങൾ തമ്മിൽ സംഘട്ടനത്തിന്റെ വക്കിലെത്തി. യുദ്ധമുണ്ടാകും, ആളുകൾ മരിക്കുമെന്ന അവസ്ഥയുണ്ടായി. അപ്പോഴാണ് അവരിലെ ഏറ്റവും കാരണവരായ ആരുടെ തീരുമാനത്തിന് അറബികളെല്ലാവരും കൂടെ കാതോർത്തത്. അറബികളുടെ കാരണവരുടെ തീരുമാനം ഇതായിരുന്നു: ഈ വഴിക്കാര് കടന്നു വരുന്നവോ ആദ്യം അയാൾ തീരുമാനിക്കട്ടെ നമ്മുടെ വിഷയം. അത്ഭുതമെന്ന് പറയട്ടെ, അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിയാണല്ലോ. ഈ ഉമ്മത്തിലെ ആളുകൾക്ക് ചുംബിക്കാറുള്ള ഹജറുൽ അസ്വദിന്റെ മൂലയിൽ എടുത്തു വച്ചത് ഈ സമുദായത്തിന്റെ നേതാവ് തന്നെയാണ്, മുസ്ലിം ഉമ്മത്തിന്റെ നേതാവ് തന്നെയാണ്. അത് ആ കരം കൊണ്ട് തന്നെ നിർവഹിക്കണമെന്നത് അള്ളാഹുവിന്റെ താല്പര്യമായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ വഴിക്ക് കടന്നു വന്നത്. എല്ലാവരും സന്തോഷിച്ചു. അല്ലമീനാണ്, വിശ്വസ്തനാണ്, അനീതി ഇയാളിൽ നിന്ന് ഉണ്ടാവുകയില്ല, അതിക്രമം ഉണ്ടാവുകയില്ല, അയാൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തോളിലുണ്ടായിരുന്ന വസ്ത്രമെടുത്ത് വിരിച്ചു, ഹജറുൽ അസ്വദിലേക്ക് കയറ്റിവെച്ചു. ഗോത്രക്കാരോട് ഈ മുണ്ടിന്റെ ഈ വിരിപ്പിന്റെ തലപ്പ് പിടിക്കാൻ വേണ്ടി പറഞ്ഞവരെല്ലാവരും പിടിച്ചുയർത്തി. ഹജറുൽ അസ്വദ് പ്രതിഷ്ഠിക്കേണ്ട സ്ഥലത്തെത്തിയപ്പോൾ ലോകത്തിന്റെ ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തല്ലദി ലൗലാക മാ ഖുലിക ഇംറുൻ കല്ലാ വലാ ഖൽഖുൽ വറാ ലൗലാക. അങ്ങില്ലെങ്കിൽ ലോകത്തിൽ തന്നെ ജന്മമില്ലെന്ന് അല്ലാഹു വിശേഷിപ്പിച്ച മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ കരങ്ങൾ കൊണ്ട് ഹജറുൽ അസ്വദ് എടുത്തിട്ട് കഅബയുടെ ആ മൂലയിൽ പ്രതിഷ്ഠിച്ചു. ഈ സംഭവം ഉണ്ടായത് 35ാമത്തെ വയസ്സിലാണ്. അത് ഹബീബായ റസൂലുള്ളാഹിക്ക് മറക്കാൻ കഴിയാത്തൊരു അനുഗ്രഹമായിരുന്നു. അത് രണ്ടാമത്തെ അനുഗ്രഹം ഉണ്ടായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും തളർച്ചയുടെ, ക്ഷീണത്തിന്റെ, പരീക്ഷണങ്ങളുടെ തീക്ഷ്ണമായ ഘട്ടങ്ങൾ ഉണ്ടായപ്പോഴും ആ ഘട്ടത്തിലെല്ലാം പിതാവിനൊപ്പം തണലായി നിന്ന ഹസ്രത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് ജനിച്ചു വീഴുന്നതും പുണ്യ റസൂലിന്റെ 35ാമത്തെ വയസ്സിലായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മക്കളിൽ ഏറ്റവും കൂടുതൽ റസൂലുള്ള ഇഷ്ടപ്പെട്ടയാളായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. എന്തുകൊണ്ടെന്നാൽ കാരണം ഒന്ന് മാത്രമായിരുന്നു, മക്കളിൽ കാണിച്ച വിവേചനമല്ല. എല്ലാ മക്കളോടും സ്നേഹം കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഫാത്തിമയോട് സ്നേഹം കൂടുതലുണ്ടാകാൻ കാരണം അള്ളാഹു അറിയിച്ചു, ഹബീബായ നബിയെ, അള്ളാഹുവിന്റെ നബിയെ, ഫാത്തിമ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ എന്ന് അള്ളാഹു ഹസ്രത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിച്ചു. സ്വർഗ്ഗത്തിന്റെ നേതാവായതുകൊണ്ട് ആ ബന്ധമൊന്നും, ആ സ്നേഹം ഒന്നുകൂടെ സുദൃഢമായി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പത്തിലെ ഫാത്തിമയോട് അള്ളാഹുവിന്റെ ഹബീബിന് പ്രത്യേക സ്നേഹമായിരുന്നു, താല്പര്യമായിരുന്നു. ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ ഹബീബായ നബിയുമായി വല്ലാത്ത അടുപ്പമായിരുന്നു. റസൂലുള്ളാഹിക്ക് നബുവത്ത് ലഭിക്കുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രായം കേവലം 5 വയസ്സ് മാത്രമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനവുമായി കടന്നു വന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ. ഫാത്തിമ ബീവിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയുമോ സഹോദരിമാർ? മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ ഹബീബിന് പ്രതിസന്ധി വരുമ്പോഴെല്ലാം റസൂലുള്ളാഹിന്റെ കൂടെ നിന്ന ഒരാളാണ് സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹാ.
ഉമ്മമാർ മനസ്സിലാക്കണേ, ഫാത്തിമ സ്വർഗീയമായ രാജ്ഞിയായത് എന്തുകൊണ്ടെന്ന കാരണം മനസ്സിലാക്കിയിട്ട് കാലഘട്ടങ്ങളിലെ ഫാത്തിമകളാവാൻ നമുക്ക് കഴിയണം. അതിനാണ് വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രതിസന്ധി വരുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടെയൊക്കെ സഹായമായി വന്നിട്ടുണ്ട്, റസൂലുള്ളാഹിക്ക് തണലായി വന്നിട്ടുണ്ട്. എന്തിനേറെ കൊച്ചുകുട്ടിയായിരിക്കുന്ന ഘട്ടത്തിൽ പോലും ചിന്തിക്കണം നമ്മൾ. പ്രായം വന്ന് യുവതിയായിരിക്കുമ്പോൾ ചെയ്യാൻ ആരോഗ്യമുണ്ടാകും, തന്റെ ഇടമുണ്ടാകുമെന്നാൽ ചിന്തിക്കേണ്ടത് നമ്മൾ എവിടെയാണ്? കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ പോലും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ റസൂലുള്ളാഹിക്ക് തണലായിരുന്നു. റസൂലുള്ളാഹിന്റെ പ്രബോധനത്തിന്റെ ജീവിതത്തിൽ ത്യാഗങ്ങൾ വന്നപ്പോൾ ആ ത്യാഗങ്ങളിൽ റസൂലുള്ളാഹിനോടൊപ്പം പങ്കാളിയായ ആളാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. പുണ്യ റസൂലിനോട് കൂടെ പൊട്ടിക്കരയുകയും ചെയ്തയാളാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. എന്തിനേറെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മമാരെ മനസ്സിലാക്കണം. ഈ ചരിത്രം ഞാൻ കാലികമായ സംഭവങ്ങളോട് ചേർത്ത് പറയാൻ സമയമില്ല, പക്ഷേ നിങ്ങളത് മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിൽക്കാൻ ആളില്ലാത്ത കാലം, വിശുദ്ധമായ ഇസ്ലാം പ്രതിസന്ധി ഘട്ടത്തിലായി കൊണ്ടിരിക്കുന്ന ഘട്ടം, വേഷവിധാനങ്ങളിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിലെ സഹോദരന്മാർ പോലും മുത്തുനബിയെ ചെങ്കടലിലേക്ക് വലിച്ചെറിഞ്ഞ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഫാത്തിമയുടെ കൂടെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാനും കഴിയും, മുത്തുനബിയോട് കൂടെ നിലയുറപ്പിക്കാനും കഴിഞ്ഞാൽ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, ജബലുൻ നൂറിൽ നിന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ സന്ദേശവുമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് അവരോട് പറഞ്ഞു, അല്ലാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, അവൻ ഏകനായ ആരാധ്യനാണ്, അവന്റെ കൂടെ മറ്റ് ആരാധ്യ വസ്തുക്കളില്ല, അവൻ ഏകനാണ്, അവനിലേക്ക് തിരിച്ചു വരണമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സമുദായത്തോട് പറഞ്ഞപ്പോൾ, മക്കക്കാരോട് പറഞ്ഞപ്പോൾ, മക്കക്കാർ റസൂലുള്ളാഹിക്ക് എതിരായി താടനങ്ങളായി, പീഡനങ്ങളായി. അതുവരെ വിശ്വസ്തനെന്ന് വിളിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ കൂരമ്പുകൾ പായിക്കാൻ തുടങ്ങിയവർ. ഒരിക്കലതാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നിരിക്കുകയാണ്. രാജാതിരാജനായ അല്ലാഹുവിന് വേണ്ടി സുജൂദിൽ കിടക്കുകയാണ്. പടച്ച റബ്ബിന്റെ മുമ്പിലാണ് സുജൂദ് ചെയ്യേണ്ടത്, ലാത്തയുടെ മുമ്പിലല്ല, ഉസ്സയുടെ മുന്നിലല്ല, മനാത്തയല്ല നമിക്കേണ്ടത്. ഈ പ്രപഞ്ചമാസകലം സൃഷ്ടിച്ച് സംവിധാനിച്ച അല്ലാഹുവിനെയാണ്. ഇത് പഠിപ്പിക്കാൻ വന്ന നബിയാണ് കഅബയുടെ മുമ്പിൽ സുജൂദിലായി കിടന്നിരിക്കുന്നത്. ഇത് ശത്രുക്കൾ കണ്ടു. അല്പം ദൂരത്തായി അബൂജഹലുണ്ട്, ഉത്ബത്തുണ്ട്, ശൈബത്തുണ്ട്, ഉഖബത്ത് ഇബ്നു അബീ മുഗൈത്തുണ്ട്. ദുഷ്ടന്മാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. റസൂലുള്ളാഹി സുജൂദ് ചെയ്യുന്നത് കണ്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഷ്ടന്മാരുടെ നേതാവായ അബൂജഹൽ പറഞ്ഞു കൂട്ടത്തിലുള്ള ആളുകളോട്, മുഹമ്മദിനെ പരിഹസിക്കാനും പ്രയാസപ്പെടുത്താനും കഴിയുന്നൊരവസരമാണിത്. മുഹമ്മദ് സുജൂദിൽ പോകുന്ന ഘട്ടം, സുജൂദിൽ വീഴുമ്പോൾ മുഹമ്മദിന്റെ തലയിൽ ആരാണ് ഭാരമുള്ള ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ കൊണ്ടുപോയിടുക? മുഹമ്മദിനെ തല ഉയർത്താൻ കഴിയാതെ അവൻ സുജൂദിൽ കിടന്ന് പ്രയാസപ്പെടുന്നത് നമുക്ക് കണ്ടു ചിരിക്കാമെന്ന് പറഞ്ഞു അബൂജഹൽ. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഉഖബത്ത് ഇബ്നു അബീ മുഗൈത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ദുഷ്ടനാണ് അയാൾ. എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ആ കൃത്യം നിർവഹിക്കാമെന്ന് പറഞ്ഞു. അയാൾ തൊട്ടപ്പുറത്ത് നിന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അറുത്തു കൊണ്ടുപോയി ഒഴിവാക്കിയ ഒട്ടകത്തിന്റെ ദുർഗന്ധം വമിക്കുന്ന ചീഞ്ഞളിഞ്ഞ കുടൽമാല ഉണ്ടായിരുന്നു. അയാളത് വലിച്ചു കൊണ്ടുവന്നു. ദുർഗന്ധം സഹിക്കാൻ കഴിയുന്നില്ല, അത്രയും ദുർഗന്ധം വഹിക്കുന്നുണ്ടതിൽ, വമിക്കുന്നുണ്ടതിൽ. അത് വലിച്ചു കൊണ്ടുവന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തെ എല്ലാ മുഅ്മിനീങ്ങളും വന്ന് സുജൂദ് കൊണ്ട് ഭംഗിയാക്കുന്ന, സുജൂദ് കൊണ്ട് അലങ്കരിക്കുന്ന പരിശുദ്ധമായ കഅബാലയത്തിന് മുമ്പിൽ ഹബീബായ നബി സുജൂദിലേക്ക് പോയപ്പോൾ ഉഖബത്ത് ഇബ്നു അബീ മുഗൈത്ത് ആ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ കൊണ്ടുവന്ന ഹബീബായ റസൂലുള്ളാഹിന്റെ കഴുത്തലത്തിൽ ചാർത്തി. ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അൻതല്ലദീ മിൻ നൂരികൽ ബദറു ഖതസാ വശംസു മുശ്രിഖാതുൻ ബിനൂരി ബഹാകാ
പ്രപഞ്ചത്തിന്റെ തന്നെ വെളിച്ചം ആ മുഖത്ത് നിന്നാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ നിന്ന് തലയുയർത്താൻ കഴിയാതെ കഷ്ടപ്പെടുകയാണ്. ലോകത്തിന്റെ ഗുരു ഒരു തെറ്റ് ചെയ്തതല്ല, ആരെയും പരിഹസിച്ചതല്ല, ഒരാരെയും ആക്രമിച്ചതല്ല, ആരെയും വേദനിപ്പിച്ചതല്ല. ഈ പ്രപഞ്ചത്തിന്റെ ദൈവത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണേ എന്ന സത്യം മാത്രം അവരോട് പറഞ്ഞതിന് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലയുടെ ഭാരം കാരണം സുജൂദിൽ നിന്ന് തലയുയർത്താനും കഴിയുന്നില്ല. ശത്രുക്കൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി, അബൂജഹലാർത്ത് ചിരിക്കാൻ തുടങ്ങി. ഇതാ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തൊട്ടപ്പുറത്ത് നിന്ന് കാണുകയാണ്. ഖദീജയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മായുടെ കൈപിടിച്ച് മുറ്റത്തേക്ക് ഓടി വന്ന ഫാത്തിമ ബീവി കാണേണ്ട താമസം. പിഞ്ചുകുട്ടിയാണെന്ന് ഫാത്തിമ ഓടി വന്നു റളിയല്ലാഹു അൻഹ. ഫാത്തിമ ഓടി വന്നു. ഉപ്പായുടെ കഴുത്തടത്തിൽ ഉഖബത്ത് എന്ന് പറയുന്ന ദുഃഖൻ കൊണ്ടുപോയിട്ട് ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ ഈ കുഞ്ഞു കൈ കൊണ്ട് വലിച്ചു മാറ്റുകയാണ്. കുഞ്ഞു കൈകൾ കൊണ്ട് വലിച്ചു മാറ്റുന്നു. ഫാത്തിമക്ക് എടുത്താൽ പൊങ്ങാൻ മാത്രം ഭാരമല്ല, ഭാരമുള്ളതല്ല ഈ ഒട്ടകത്തിന്റെ ചീഞ്ഞളി കുടൽമാലകൾ. ഓരോ ഭാഗത്ത് നിന്ന് അല്പമല്പമായി വലിച്ചു മാറ്റി അല്ലാഹുവിന്റെ ഹബീബ് സുജൂദിൽ നിന്ന് തലയുയർത്തുന്നു. ഒട്ടകത്തിന്റെ കുടൽമാലകളിൽ നിന്ന് ശരീരത്തിലേക്ക് വന്നു വീണ ഒട്ടകത്തിന്റെ കുടൽമാലകളിലെ രക്തത്തിന്റെ അംശങ്ങളൊക്കെ ലോകൈക ഗുരുവിന്റെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിലൂടെയും തലയിലൂടെയും ഒലിക്കുകയാണ്. ഇതിങ്ങനെ കണ്ടപ്പോൾ ഫാത്തിമയുടെ കണ്ണ് നിറഞ്ഞു പോയി. ഫാത്തിമ കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മോളെ ഫാത്തിമ കരയരുത്. മോളെന്തിനാ കരയുന്നത്? ലാ കർബ അലാ അബീക ബഅദൽ യൗം. ഈ ലോകത്തുള്ള പ്രയാസങ്ങളും വേദനകളുമല്ലാതെ മോളെ നിന്റെ പിതാവിന് ഈ ജീവിതം കഴിഞ്ഞാൽ വേറെ ലോകത്ത് വേദനയില്ല മോളെ, പിന്നെ എന്തിനാണ് നീ കരയുന്നതെന്ന് ചോദിച്ചു. കേവലം കൊച്ചുകുട്ടിയായ ഫാത്തിമ, കുഞ്ഞു കൈകളാണ് ഫാത്തിമ. ആ കുഞ്ഞു കൈകൾ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവിയുടെ ഒരു മഹത്വം തന്നെ ഏതാണ്? എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും മുത്ത് നബിയോടൊപ്പം ഉണ്ടായ മോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. സഹോദരിമാരെ, നമ്മളും ആ നബിയോടൊപ്പം ഉണ്ടാകേണ്ടവരാണ്. റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ നിന്ന് നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് വലിച്ചെറിയാൻ മുസ്ലിം ഉമ്മത്തിലെ സഹോദരിമാരെ വെമ്പൽ കൊള്ളുമ്പോൾ ആ മുത്തനബിയുടെ സുന്നത്ത് ജീവിപ്പിക്കുന്നതിനാവട്ടെ നമ്മുടെ ശ്രദ്ധയെന്ന ഈ വിഷയത്തിന്റെ ആമുഖത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ഷഹീദ്. എന്റെ സമുദായം നാശമാകുമ്പോൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്നയാൾക്ക് 100 ഷഹീദിന്റെ കൂലിയുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഉമ്മത്തിലെ സഹോദരിമാർക്ക് അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. കുഞ്ഞുമോളായ ഫാത്തിമ ബീവിയുടെ ത്യാഗമായിരുന്നു അത്. മാത്രമല്ല, ഫാത്തിമ ബീവിയുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ത്യാഗം തന്നെ, നിറഞ്ഞ ത്യാഗം. എന്തുകൊണ്ടാ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ലോകത്തിന്റെ നേതാവായത്, അള്ളാഹുവിന്റെ ഖലീലായത് എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ പരീക്ഷണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം സഹിക്കേണ്ടി വന്നു. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബാണല്ലോ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവൻ പരീക്ഷണങ്ങൾ നിറഞ്ഞതായിരുന്നു. ഉമ്മമാർ മനസ്സിലാക്കേണ്ടത്, സുഖാഡംബരങ്ങളല്ല സ്വർഗീയമായ സ്ത്രീയുടെ ലക്ഷണം. സുഖാഡംബരങ്ങളിൽ മുഴുകി അല്ലാഹുവിനെ മറന്നു പോകലില്ല ഒരു സ്ത്രീയുടെ ലക്ഷണം. ഏതവസ്ഥയിലും അല്ലാഹുവിന്റെ പാശം മുറുകെ പിടിക്കാറുള്ള, അതിനുള്ള ജിജ്ഞാസ ഉണ്ടാകല. അപ്പോഴാണ് സ്വർഗരാജ്ഞിയുടെ പിന്നാലെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനും കഴിയും. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതം പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളുടെ പീഡനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് തന്റെ അമ്മാവന്മാരോട് സഹായം ചോദിക്കാൻ വേണ്ടി പോയി.
തായിഫിലേക്ക് ചെന്ന അമ്മാവന്മാർ സഹായിച്ചില്ല. ചരിത്രം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, വിഷയത്തിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. തായിഫിന്റെ ചരിത്രം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അമ്മാവന്മാർ സഹായിച്ചില്ല, കല്ലെറിഞ്ഞു. സ്വന്തം മരുമകനെ സഹായിക്കേണ്ട അമ്മാവന്മാർ കല്ലെറിഞ്ഞു. അതേപോലെ ഭ്രാന്തന്മാരെ കൊണ്ട് കൂക്ക് പിളിപ്പിച്ചു. കാലിൽ നിന്ന് രക്തം ധാരധാരയായി ഒളിച്ചുകൊണ്ട് റസൂലുള്ളാഹി തിരിച്ചു വരികയാണ് മക്കയിലേക്ക് വന്നപ്പോൾ മക്കക്കാർ മക്കയിലേക്ക് കടക്കാൻ സമ്മതിച്ചില്ല. ശൈബ് അബീ താലിബ് എന്ന് പറഞ്ഞ മലഞ്ചെരുവിൽ അല്ലാഹുവിന്റെ ഹബീബ് കുടുങ്ങിപ്പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മലഞ്ചെരുവിൽ അതിശക്തമായ സൂര്യന്റെ കത്തിജ്വലിക്കുന്ന വെയിലിന് ചുവട്ടിൽ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ ചൂടിന് ചുവട്ടിൽ ഒരു വൃക്ഷത്തിന്റെ തണൽ പോലും ഇല്ലാത്ത സ്ഥലത്ത് അല്ലാഹുവിന്റെ ഹബീബിനെ കുടുക്കിയിട്ടോ. ശത്രുക്കൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തണലായും നിഴലായും പിന്തുടർന്ന ഖദീജ ബീവി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ചെന്നു. മക്കളുണ്ട് കൂടെ, മോള് ഫാത്തിമയും കൂടെ ഉണ്ട് റളിയല്ലാഹു അൻഹാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മക്കളും കുടുംബവും ദിവസങ്ങളോളം വെയിലിന്റെ ചൂടേറ്റ് വളരെ പ്രയാസകരമായി കഴിക്കാൻ ഭക്ഷണം പോലുമില്ലാതെ മക്കക്കാരോട് ഖുറൈശികൾ നിർദ്ദേശിച്ചു, മുഹമ്മദിന് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. മുഹമ്മദും കുടുംബവും ശൈബ് അബീ താലിബ് എന്ന മലഞ്ചെരുവിൽ പട്ടിണി കിടന്ന് വിശന്ന് ഇരുപടികൊള്ളി ഇഞ്ചിഞ്ചായി മരിച്ചു പോകട്ടെ എന്നായിരുന്നു ഖുറൈശികളുടെ തീരുമാനം. ഒരു തുള്ളി വെള്ളം പോലും ആരും കൊണ്ടുപോയി കൊടുക്കാൻ പാടില്ല. ലോകൈക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ എന്ത് പറയാനുണ്ട് എൻ്റെ സഹോദരങ്ങളെ? അല്ലാഹുവിൻ്റെ ഹബീബ മലഞ്ചെരുവിൽ കഴിഞ്ഞുകൂടുകയാണ്. റസൂലുള്ളാഹിക്ക് ആ സമയത്തും ആശ്വാസം നൽകിയത് ഫാത്തിമയായിരുന്നു. തന്റെ ഫാത്തിമയെ കാണുമ്പോൾ റസൂലുള്ളാഹിക്ക് വല്ലാത്ത വേദനയാണ്. ഖദീജയോട് ചോദിക്കും റസൂലുള്ളാഹി, ഖദീജ ഞാൻ കാരണം നീ പ്രയാസപ്പെട്ടല്ലേ ഖദീജ? ഫാത്തിമയോട് ചോദിക്കും, ഫാത്തിമ ഞാൻ കാരണം നിങ്ങൾ പ്രയാസത്തിലായല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുമ്പോൾ കുഞ്ഞുമോൾ മുത്ത് റസൂലുള്ളാഹിനെ സമാധാനിപ്പിക്കുമായിരുന്നു. പിതാവിനെ കെട്ടിപ്പിടിച്ച് ചുംബനമർപ്പിക്കുമായിരുന്നു. വല്ലാത്ത വേദനകൾ വരുമ്പോൾ, സഹിക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ വരുമ്പോൾ ഉപ്പ മകളെ പിടിച്ചു ആലിംഗനം ചെയ്ത് ചുംബനമർപ്പിക്കും. മകൾ ഉപ്പായെയും പിടിച്ച് ചുംബനമർപ്പിക്കുമായിരുന്നതായിരുന്നു ശൈബ് അബീ താലിബിന്റെ കാഴ്ച. അവസാനിക്കുന്നില്ല എൻ്റെ സഹോദരങ്ങളെ. മുത്തുനബിക്ക് ആശ്വാസം നൽകിയ മോളാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ നിന്നയാളായിരുന്നു. അവസാനിക്കുന്നില്ല. അത് കഴിഞ്ഞ് ശൈബ് അബീ താലിബിലെ താമസം കഴിഞ്ഞ് മക്കയിലേക്ക് ഉപരോധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ രോഗിയാകുന്നത്. ഏത് ഖദീജയാണെന്നറിയുമോ? ഇടക്കിടക്ക് റസൂലുള്ള വഫാത്തിന് ശേഷം പോലും, ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം പോലും പറയാറുണ്ടായിരുന്നു, എൻ്റെ ഖദീജയുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ഖദീജയുണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ പറഞ്ഞു ദുഃഖിച്ചിരിക്കുമായിരുന്നു. എന്തേത് പറയാൻ കാരണം? വിശുദ്ധ ഇസ്ലാമിന് അത്രമാത്രം പിന്തുണ നൽകിയ മുത്തുനബിയോടൊപ്പം അക്ഷരം പ്രതി നിലകൊണ്ട ഭാര്യയായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. അങ്ങകലെ ഇറാങ്ങകലെ ജബലുന്നൂറിൽ ഇറാ ഗുഹയിൽ അല്ലാഹുവിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഓരോ ദിവസവും 2 തവണ പോയി വരാറുണ്ടായിരുന്നു ഖദീജ. രാവിലെ ഭക്ഷണവുമായി പോകും, വൈകുന്നേരവും ഭക്ഷണമായി പോകും. ഹബീബായ റസൂലുള്ളാഹിന്റെ ആരോഗ്യനില അറിയാൻ ആ കുന്ന് കയറി തിരിച്ചു വരാറുണ്ടായിരുന്നു. ഹജ്ജിന് പോകുന്ന ആളുകൾക്കറിയാമല്ലോ, 2-2.5 മണിക്കൂർ വേണം ആരോഗ്യമുള്ള ആൾക്കത് കയറിയിറങ്ങാൻ. ആ മലയാണ് തന്റെ 55-ാമത്തെ വയസ്സിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കയറിയിറങ്ങിയത്. ഈ കുഞ്ഞുമോളുടെ മാതാവിന് റസൂലുള്ളാഹിയുമായുള്ള ബന്ധം അതായിരുന്നു. അതുകൊണ്ട് തന്നെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി വഫാത്താകുന്നവരെ വേറെ വിവാഹം കഴിച്ചില്ലെന്നല്ല, വഫാത്തിന് ശേഷവും ഇടയ്ക്കിടയ്ക്ക് ഖദീജ ബീവി ഓർത്തിട്ട് ദുഃഖിച്ചിരിക്കാറുണ്ടായിരുന്നു. ഈ ഖദീജ ബീവി രോഗബാധിതയായി മക്കയിൽ വെച്ച് വഫാത്താവുകയാണ്. അതോടുകൂടെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സംരക്ഷണവും റസൂലുള്ളാഹിക്ക് നഷ്ടപ്പെട്ടു, സ്നേഹം നഷ്ടപ്പെട്ടു. പിന്നെ ആ
സ്നേഹം മുഴുവൻ നൽകിയത് റസൂലുള്ളാഹിന്റെ കുഞ്ഞുമോൾ ഫാത്തിമയായിരുന്നു റളിയല്ലാഹു അൻഹ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹിജ്റക്കുള്ള കൽപ്പനയുണ്ടായി. മക്കയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെയായി, ശത്രുക്കളുടെ പീഡനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ മദീനയിലേക്ക് ഹിജ്റ പോകാനുള്ള കൽപ്പനയുണ്ടായി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോവുകയാണ് മദീനത്തേക്ക് ഹിജ്റ പോകുന്നതപ്പോഴാ രാത്രി ശത്രുക്കളെല്ലാം റസൂലുള്ളാഹിന്റെ വീട് വന്ന് വളഞ്ഞു റസൂലുള്ളാഹിനെ കൊല്ലാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ വിവരം മുത്ത് നബിയോട് വന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം വീട്ടിന്റെ അകത്തലത്തിൽ നിന്നൊരു പിടി മണ്ണ് വാരി ശത്രുക്കളുടെ മുഖത്തേക്ക് മന്ത്രിച്ചെറിഞ്ഞു. എറിഞ്ഞിട്ട് റസൂലുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. പൊന്നുമോൾ ഫാത്തിമയുണ്ട് വീട്ടിൽ. ഫാത്തിമയെ കൂടെ കൂട്ടാനും കഴിഞ്ഞില്ല. കാരണം ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് അത്ഭുതകരമായി ഞൊടിയിട കൊണ്ട് രക്ഷപ്പെടണം. മോളെ കൂട്ടാനും കഴിയില്ല. റസൂലുള്ളാഹിന്റെ ഖൽബിന് വല്ലാത്ത വേദനയുണ്ട്. മകൾ ഫാത്തിമയെയും ഉമ്മു കുൽസൂമിനെയും വീട്ടിൽ തന്നെയാക്കിയിട്ട് വീട്ടിലെ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പോറ്റുമകനായിരുന്ന സയ്യിദിനെ വിളിച്ചിട്ട് പറഞ്ഞു, സയ്യിദേ, ഞാൻ മദീനത്തേക്ക് പോവുകയാണ്. എന്റെ പൊന്നു മക്കളെ നീ മദീനത്തെത്തിക്കണം സയ്യിദേ എന്ന സയ്യിദിനെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച റസൂലുള്ള പോകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്നിറങ്ങി ശത്രുക്കൾക്കിടയിലൂടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ചെന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് മദീനയിലേക്ക് രക്ഷപ്പെടുകയാണ്. ഫാത്തിമ ബീവിയുള്ളത് മക്കത്ത്. റസൂലുള്ളാഹിന്റെ മനസ്സിന് സമാധാനമില്ല. എന്റെ ഫാത്തിമക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും, എന്റെ ഉമ്മു കുൽഥൂമിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? റസൂലുള്ള ഓരോ ദിവസവും കാത്തിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്തൊരു പരീക്ഷണമായിരുന്നു ഇത്. ആർക്കാണിത് വന്നതെന്നറിയുമോ? സ്വർഗത്തിന്റെ നേതാവിന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ നേതാവിന്റെ മകൾ, സ്ത്രീകളുടെ സ്വർഗത്തിന്റെ നായകി, നേതാവ് സയ്യിദത്തുന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയേക്കാൾ ഇഷ്ടപ്പെട്ട രണ്ട് ഖൽബുകൾ തമ്മിൽ വേർപിരിയുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടായതേ പരീക്ഷണം. ഇബ്രാഹിം നബിയോട് പറഞ്ഞത് ഭാര്യയെയും മകനെയും മക്കയിലാക്കിയിട്ട് തിരിച്ചു പോകാനായിരുന്നു. ഇതിൽ അർദ്ധരാത്രിയുടെ ഘട്ടത്തിൽ അതിനേക്കാൾ വലിയ പരീക്ഷണം. അർദ്ധരാത്രിയുടെ ഘട്ടത്തിൽ സ്വന്തം ജീവനും കൊണ്ടോടുകയാണ്. കരളിന്റെ ഘട്ടത്തെ മക്കയിലാക്കിയിട്ട് ശത്രുക്കളുടെ ഇടയിലാക്കിയിട്ടാണ് പോകുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവസങ്ങൾ കാത്തു കഴിയുകയാണ്. ഫാത്തിമ വരുമായിരിക്കും, എന്റെ ഫാത്തിമ, എന്റെ ഫാത്തിമ. അപ്പോഴാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു തന്നിൽ ഹബീബായ നബി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കാൻ ആഗ്രഹിച്ചത്. ഫാത്തിമ ബീവിയെയും ഉമ്മു കുൽഥൂമിനെയും ഒട്ടകക്കട്ടിൽ കയറ്റി നിർത്തിയിട്ട് അർദ്ധരാത്രി ശത്രുക്കളാരും അറിയാതെ മക്ക വിടുകയാണ്. അർദ്ധരാത്രി ഒട്ടകത്തിന്റെ കാലടി ശബ്ദം ശത്രുക്കൾ കേട്ടാൽ ഓടിവരും, ആക്രമിക്കും. പൊന്നുമോൾക്ക് വല്ലതും സംഭവിച്ചാൽ മുത്തുനബിയുടെ മുഖത്ത് നോക്കാൻ എനിക്ക് കഴിയില്ല. സയ്യിദിനതറിയാം. സയ്യിദ് വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് പോകുന്നത്. മുന്നോട്ട് നടന്നു. കുറെ അങ്ങത്തെത്തിയുള്ള ഹുവൈരിസ് എന്ന് പറയുന്ന ശത്രു ഓടി വന്നു. ഇതിനെ കണ്ടപ്പോ ഒട്ടകത്തിന്റെ മൂക്കുകാര് പിടിച്ചിട്ട് ചോദിച്ചു, എങ്ങോട്ടടാ പോകുന്നത്? നിന്റെ പിതാവ് മുഹമ്മദ് രക്ഷപ്പെട്ടല്ലടാ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഒട്ടകക്കട്ടിലേക്ക് നോക്കിയപ്പോൾ റസൂലുള്ളാഹിന്റെ രണ്ട് മക്കളെയും ഹുവൈരിസ് കണ്ടു. ഹുവൈരിസ് അവർക്ക് നേരെ ആക്രമണം നടത്താൻ തുനിഞ്ഞു. സയ്യിദ് തടുത്തു. ഹുവൈരിസ് സയ്യിദിന്റെ ഒട്ടകത്തിന്റെ കഴുത്തിന് ആഞ്ഞുവെട്ടി. ഒട്ടകമത സെക്കൻഡുകൾ കൊണ്ട് ഭൂമിയിലേക്ക് നിലം കുത്തുകയാണ്. ഉടനെ ഒട്ടകക്കെട്ടിൽ മറിഞ്ഞപ്പോൾ ഫാത്തിമ സ്വർഗത്തിന്റെ നേതാവ്. അമ്മമാരെ ആലോചിക്കണം. ഒട്ടകക്കെട്ടിൽ മറിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കരളിന്റെ കഷ്ടങ്ങളായ രണ്ട് മക്കൾ ഉമ്മു കുൽഥൂമും ഫാത്തിമയും ഒട്ടകക്കെട്ടിലിൽ നിന്ന് താഴേക്ക് വീണു. ഉടനപാടെ എഴുന്നേറ്റ് ഓടുകയാണ്. സയ്യിദും ഹുവൈരിസും തമ്മിൽ മൽപിടുത്തം നടക്കുന്നു. രണ്ടുപേരും തമ്മിൽ മൽപിടുത്തം നടത്തുമ്പോൾ സയ്യിദ് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഓടിക്കോളൂ എന്ന്. ആരോടായി പറയുന്നത്? കേവലം 15-16 വയസ്സായ ഫാത്തിമയും അവരുടെ ജേഷ്ഠത്തിയായ ഉമ്മു കുൽഥൂമും രണ്ടുപേരും ഓടുകയാണ്. ജീവനം കൊണ്ടോടുകയാണ്. നട്ടോട്ടം ഓടുകയാണ് അവർ. മലരാരണ്യത്തിലൂടെ എങ്ങോട്ട് മദീനയിലേക്കുള്ള വഴിയേതെന്നറിയാതെ പിഞ്ചുമോൾ ഓടുകയാണ്. ഹുവൈരിസും സയ്യിദും തമ്മിൽ ദ്വന്ദ്വയുദ്ധം നടന്നു. ഇവർ രണ്ടുപേർക്കും ഓടി മറിയാനുള്ള അവസരം കഴിഞ്ഞെന്ന് കണ്ടപ്പോൾ സയ്യിദും ഇവരുടെ പിന്നാലെ ഓടി. അങ്ങനെ ഓടിക്കതച്ചാണ് മദീനയിലേക്ക് ചെല്ലുന്നത്. നിങ്ങൾ ചിന്തിക്കണേ, ഒട്ടകമുണ്ടായിരുന്ന
ഒട്ടകത്തെ ശത്രു അറുത്തു. എന്നിട്ട് ഹജ്ജിന് പോയവർക്കറിയാമല്ലോ, മദീനത്തേക്ക് പോകുമ്പോഴുള്ള മലരാരണ്യം, ആ മലരാരണ്യത്തിലൂടെ പാദമൂന്നിയാണ് സ്വർഗത്തിന്റെ നേതാവാകേണ്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ആ മലരാരണ്യത്തിലൂടെ ഓടി തണുപ്പും ചൂടും സഹിച്ചാണ് മദീനയിൽ മുത്തുനബിയുടെ മുമ്പിൽ എത്തിച്ചേരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമയെ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് റബ്ബിനെ സ്തുതിച്ചു. എന്റെ മോളെ എന്റെ അടുത്തേക്ക് എത്തിച്ചു തന്ന റബ്ബേ, നിനക്ക് സ്തുതി എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ മദീനയിലെത്തി. മദീനയിലെ രണ്ടാമത്തെ വർഷമാണല്ലോ ബദർ യുദ്ധം നടക്കുന്നത്. ഹിജ്റയുടെ രണ്ടാമത്തെ വർഷമാണ്. മദീനയിൽ സ്വഹാബത്ത് എത്തിയിട്ട് രണ്ടാമത്തെ വർഷം. ശത്രുക്കൾ മദീനയിൽ മുസ്ലിങ്ങൾ ഇസ്ലാം പ്രചരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ശത്രുക്കൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുചരന്മാരും ശക്തി പ്രാപിച്ച് മക്കയിൽ വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്തു? മക്കയിൽ നിന്ന് ശത്രുക്കൾ ഒരുമിച്ച് കൂട്ടിയിട്ട് മദീനയെ ആക്രമിക്കാൻ ചെന്നപ്പോഴാണ് ബദർ ഉണ്ടായത്. ബദർ ഇസ്ലാമിന്റെ ഹിജ്റയുടെ രണ്ടാമത്തെ വർഷമാണ്. മഹാന്മാരായ സ്വഹാബാക്കളൊക്കെ ബദറിൽ പങ്കെടുത്തു. ആ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് പ്രായപൂർത്തി കഴിഞ്ഞു. 18 വയസ്സ് പൂർത്തിയാവുകയാണ്. ഫാത്തിമ കാണാൻ നല്ല സൗന്ദര്യമുള്ള കുട്ടിയാണ്. എന്തെന്നില്ലാത്ത സൗന്ദര്യമാണ്. എല്ലാ പല ആളുകളും വന്ന് അന്വേഷണം നടത്തുന്നുണ്ട്, വിവാഹാന്വേഷണം നടത്തുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പർവാനെ കോ ചിറാഗ് ബസ് बुलबुल को भोल बस सिद्दीक के लिए है खुदा का रसूल बस. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വലങ്കയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിവാഹം അന്വേഷിച്ചു. ഫാത്തിമ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ? റസൂലുള്ളാഹിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ് സിദ്ദീഖ്. സിദ്ദീഖിന്റെ എല്ലാം അറിയുന്ന ആളാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സിദ്ദീഖ് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി മൗനിയായി ഒന്നും പറഞ്ഞില്ല. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരടാ എന്റെ ഹബീബിനെ നേരെ പാഞ്ഞെടുക്കുന്നവൻ എന്ന് ബദറിന്റെയും ഉഹദിന്റെയും രണാങ്കണത്തിലും മക്കയിൽ ഇസ്ലാം മുസ്ലിമായ ഉടനെ റസൂലുള്ളാഹിക്ക് പ്രതിരോധം തീർത്ത് നിൽക്കുകയും ചെയ്ത സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുകയായിരുന്നുവെങ്കിൽ ലഖാന ഉമർ, അതെന്റെ ഉമറാകുമായിരുന്നുവെന്ന് റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു വന്ന വിവാഹാന്വേഷണം നടത്തി. റസൂലുള്ളാഹി ഒന്നും പറഞ്ഞില്ല. റസൂലുള്ളാഹി മൗനിയായി. സ്വഹാബാക്കളിൽ പല സമ്പന്നരായ പ്രമുഖന്മാരും വിവാഹാന്വേഷണം നടത്തി. അല്ലാഹുവിന്റെ ഹബീബ് റബ്ബിന്റെ കൽപ്പന കൈവരുന്നത് വരെ കാത്തിരിക്കുകയായിരുന്നു. അല്ലാഹുവിന്റെ കൽപ്പന വന്നു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ബദറിന്റെ രണാങ്കണം കഴിഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, ഫാത്തിമയെ അലി റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുക്കാനാണ് റബ്ബിന്റെ കൽപ്പന. അല്ലാഹുവിന്റെ താൽപര്യം അതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞ പാടെ റസൂലുള്ളാഹിന്റെ ബാങ്ക് വിളിക്കാരനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ റസൂലുള്ളാഹി വിളിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. വിളിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സേവകനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അനസേ, നിങ്ങൾ പോയിട്ട് എന്റെ സിദ്ദീഖിനെ വിളിച്ചു കൊണ്ടുവരണം. ഉസ്മാനെ വിളിക്കണം, ഉമറിനെ വിളിക്കണം റളിയല്ലാഹു അൻഹും. സുബൈറിനെയും തൽഹത്തിനെയും അൻസാരികളുടെ നേതാവായവർ രണ്ടുപേരെയും വിളിച്ചു കൊണ്ടുവരണം. അവർ 5 പേരും വന്നു. റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. വിവാഹാന്വേഷണം നടത്തിയ സിദ്ദീഖിന്റെയും ഉമറിന്റെയും റളിയല്ലാഹു അൻഹുമാ മുമ്പിൽ വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി പറയുന്നത്, അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. എന്റെ മകളെ അലിക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ. ആരാണ് അലി? അലി ആരാണെന്നറിയാമോ? മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബൂ താലിബ്. അബൂ താലിബ് വളരെ കഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു, ദരിദ്രനായിരുന്നു. അബൂ താലിബിന്റെ ദാരിദ്ര്യം കാരണം മക്കളെ സംരക്ഷിക്കാൻ പ്രയാസപ്പെട്ടപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ പിതൃവനായ അബൂ താലിബിന്റെ ഭാരം കുറക്കാൻ വേണ്ടിയാ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത്. റസൂലുള്ളാഹി വളർത്തിയ പോറ്റുപുത്രനാണ് അലി റളിയല്ലാഹു
റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഇളയപ്പയുടെ മകനാണ്. റസൂലുള്ള സംരക്ഷണം ഏറ്റെടുത്തതാണ് പിതൃവിന്റെ ഭാരം കുറക്കാൻ. അലിയാണ്, കഷ്ടപ്പെട്ടവരിൽ കഷ്ടപ്പെട്ടവനാണ് അലി റളിയല്ലാഹു അൻഹു. പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനാണ് അലി റളിയല്ലാഹു അൻഹു. അലിയുടെ ജോലി എന്തായിരുന്നുവെന്നറിയുമോ? നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വിവാഹം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ മകൾക്ക് ഏറ്റവും വലിയ സമ്പന്നനെ തിരയുന്ന സമുദായമേ, മകൾക്ക് വിവാഹം ചെയ്യുമ്പോൾ മക്കളെ വിവാഹം ചെയ്തയക്കുമ്പോൾ സമ്പത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് പഠിപ്പിക്കുക മാത്രമല്ല ഈ പ്രവാചകൻ ചെയ്തത്. മറിച്ച് ഈ പ്രവാചകൻ തന്റെ മകൾക്ക് തെരഞ്ഞെടുത്തതും അങ്ങനെയുള്ളയാളെ തന്നെയാണ്. തോട്ടങ്ങളിൽ പോയി പുല്ലരിഞ്ഞു കൊണ്ടുവന്ന് അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് ജീവിക്കുന്ന ആളാണ് അലി. കിട്ടുന്ന തുണ്ട് കാശ് കൊണ്ട് ജീവിക്കുന്ന ആളാണ് അലി. മുതലാളിമാരായിരുന്ന ആളുകളുടെ ഈത്തപ്പന തോട്ടത്തിൽ പോയി വെള്ളം കോരിയിട്ട് ഈത്തപ്പനൊക്കെ നനച്ചിട്ട് അത് കിട്ടുന്ന തുണ്ട് കാശ് കൊണ്ട് ജീവിക്കുന്ന ആളായിരുന്നു അലി. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. മക്കയിൽ എത്ര സമ്പന്നരുണ്ട്! അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ നിൽക്കുന്ന സമ്പന്നർ ആരോടെങ്കിലും ഒരാളോട് സൂചിപ്പിച്ചാൽ മതിയായിരുന്നില്ലേ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഏറ്റെടുക്കാൻ എത്ര ആളുണ്ടാകുമായിരുന്നു? റസൂലുള്ളാഹി പറഞ്ഞു, ഇവരോടൊക്കെ പറഞ്ഞു, ഞാൻ അലിക്കാണ് വിവാഹം ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം അലി അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ. ഞാൻ മദീനയുടെ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ അലി അതിന്റെ കവാടമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ പ്രവാചകൻ അലി റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുക്കാൻ കാരണം ഒന്ന്, അലി റളിയല്ലാഹു അൻഹു വിജ്ഞാനത്തിന്റെ സാഗരമാണ്. രണ്ട്, തഖ്വയുടെ മഹോന്നതമായ സ്ഥാനത്തുള്ളയാളാണ്. തഖ്വയും ഇൽമും അതായത് ദീനിനായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാധാന്യം കൊടുത്തത്. അലി റളിയല്ലാഹു അൻഹു വരനായി വരികയാണ്, വരനായി നിശ്ചയിക്കുകയാണ്. ഇവിടെ ഇവരെ വിവരമറിയിച്ചു. അലി റളിയല്ലാഹു അൻഹു സ്ഥലത്തില്ല. അലി റളിയല്ലാഹു അൻഹു പുല്ല് ചുമന്ന പുല്ലിന്റെ ഘട്ടം ചുമന്ന് വരുമ്പോഴാണ് സ്വഹാബാക്കൾ ചെന്നുകൊണ്ട് പറയുന്നത്, അലിയെ നിങ്ങൾ സന്തോഷിക്കൂ, പൊന്നു നബിയുടെ പൊന്നാര മകളെ അങ്ങേക്കാണ് വിവാഹം ചെയ്തു തരാൻ റസൂലുള്ളാഹി ആഗ്രഹിക്കുന്നത്. ഇത് കേട്ടപ്പോൾ അലി ഞെട്ടിച്ചരിച്ചു പോയി. അലി ചോദിച്ചു, ഞാൻ വിവാഹം കഴിക്കുകയോ? ഞാൻ ഇവിടെ നിന്ന് മഹർ കൊടുക്കും. പുണ്യ റസൂലിന്റെ മകളെ വിവാഹം കഴിക്കാൻ മഹർ കൊടുക്കണ്ടേ? ഏതൊരു പെണ്ണിനെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ മഹർ കൊടുക്കണമല്ലോ. മഹർ കൊടുക്കാൻ അലിയുടെ കയ്യിലൊന്നുമില്ലല്ലോ. ഞാൻ എങ്ങനെ പുണ്യ റസൂലിന്റെ മകളെ വിവാഹം കഴിക്കാൻ? മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യ പ്രതികരണം ഇതായിരുന്നു. ഇത് മഹാന്മാരായ സ്വഹാബത്ത് മുത്തുനബി അറിയിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിനെ അറിയിച്ച പാട് റസൂലുള്ളാഹി അലിയെ വിളിച്ചിട്ട് ചോദിച്ചു, റളിയല്ലാഹു അൻഹു അലിയോട് ചോദിച്ചു, പ്രിയപ്പെട്ടവരെ അലി, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലേ എന്ന് ചോദിച്ചു. ശ്രദ്ധിക്കണം എന്റെ ചെറുപ്പക്കാരെ ശ്രദ്ധിക്കേണ്ടതാണ്. പൊന്നും പെണ്ണും കണ്ണീരുമെന്ന വിഷയം നമുക്ക് വരാറുണ്ട്. നമ്മൾ ആലോചിക്കണം. പണ്ട് കാലത്തൊക്കെ ഒരു പാട്ട് തന്നെ ഞാൻ ഓർത്തു പോവുകയാണ്. പൊന്നും മിന്നും താലിയ മാലകളേറെ ലഭിക്കാഞ്ഞാൽ ആൺകുട്ടികളെ കിട്ടുകയില്ല കാലത്ത്. ധാരാളം പൊന്നും പണവും നമ്മൾ നൽകിയെങ്കിലേ ആൺമക്കൾ അല്ലെങ്കിൽ പെൺമക്കൾക്ക് ഭർത്താക്കന്മാരെ ലഭിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു കാലമാണ്. നമ്മളതിന് ന്യായം പറയാറുള്ളത് എന്താ? നമ്മൾ പറയാറുള്ളത്, എൻ്റെ അടുത്ത് പണമില്ല, ഞാൻ എങ്ങനെ ഒരു പെണ്ണിനെ പോറ്റാനുള്ള ചെലവ് വേണ്ടേ? മഹർ കൊടുക്കാൻ പണം വേണ്ടേ? അതേപോലെ അവൾക്ക് വസ്ത്രം വാങ്ങാൻ പണം വേണ്ടേ? കേട്ടോളൂ എൻ്റെ ചെറുപ്പക്കാരെ, സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ മഹർ കൊടുക്കാൻ ഒരു തുണ്ട് വെള്ളി നാണയം പോലുമില്ല. ഈ വിവരമറിഞ്ഞ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിപ്പിച്ചു അലി റളിയല്ലാഹു അൻഹുവിനെ. വിളിപ്പിച്ചിട്ട് ചോദിച്ചു, അലി, നിന്റെ കയ്യിൽ ഒന്നുമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, യുദ്ധത്തിന്റെ സ്വത്തിൽ നിന്ന് ഗനീമത്തിൽ നിന്ന് അങ്ങ് തന്ന ഒരൊട്ടകം എന്റെ കയ്യിലുണ്ട്, ഒരു വാൾ എന്റെ കയ്യിലുണ്ട്. ദുൽഫുഖാർ എന്ന
ഒരാള് ഒരു പരിചയം എന്റെ കയ്യിലുണ്ട്, ഇതല്ലാതെ ഭൂമുഖത്തൊരു തുണ്ട് കാശിന് പോലും ഉടമസ്ഥനല്ല അലി റളിയല്ലാഹു അൻഹു. ആകെയുള്ളത് ഈ മൂന്നെണ്ണമാണ്. ഈ മൂന്നാണെങ്കിലോ വളരെ അനിവാര്യവുമാണ്. അള്ളാഹുവിന്റെ ദീനിന് നേരെ ശത്രുക്കൾ പാഞ്ഞെടുക്കുമ്പോൾ, അങ്ങയെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ പാഞ്ഞെടുക്കുമ്പോൾ അവരെ തുരത്താൻ എനിക്കുള്ള മൂന്നായുധങ്ങളാണിത്. ഒട്ടകം യുദ്ധത്തിന് ആവശ്യമാണ്, വാളില്ലാതെ കഴിയില്ല, പരിചയം ആവശ്യമാണല്ലോ നബിയേ. എനിക്ക് ഇതെന്റെ ദീനിനെ സംരക്ഷിക്കാനുള്ള എന്റെ സ്വത്താണിത്. അങ്ങയെ സംരക്ഷിക്കാൻ ശത്രുക്കൾ പാഞ്ഞെടുക്കുമ്പോൾ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അലിയേ, വാള് അങ്ങ് വിൽക്കണ്ട, ഒട്ടകവും അങ്ങ് വിൽക്കണ്ട, തൽക്കാലം പരിച വിൽക്കാം. ശ്രദ്ധിക്കണം, തൽക്കാലം പരിച വിൽക്കാം. പരിച വിൽക്കാൻ ആവശ്യപ്പെട്ടു. പരിച വിൽപ്പന നടത്തി. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു പരിച വാങ്ങിയത്. പരിചക്ക് വില നിശ്ചയിച്ചത് 400 ദിർഹമായിരുന്നു. 400 ദിർഹമിന് പരിച വിറ്റു. 480 ദിർഹമിന് പരിച വിറ്റു. 480 ദിർഹമിൽ 400 ദിർഹം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മഹറായ റസൂലുള്ളാഹി നിശ്ചയിച്ചു. ബാക്കിയുള്ളത് 80 ദിർഹമാണ്. ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണം, ഉമ്മമാരെ ശ്രദ്ധിക്കണം. ആരുടെ കഥ പറയുകയാണിതെന്നറിയുമോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, നബിയേ, ആരാണ് ആദ്യം സ്വർഗ്ഗത്തിൽ കടക്കുന്നയാൾ? റസൂലുള്ളാഹി പറഞ്ഞു, ആണുങ്ങൾ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആദ്യം സ്വർഗ്ഗത്തിൽ കടക്കുന്നയാൾ എന്റെ അലിയാണ്. സ്ത്രീകളുടെ കൂട്ടത്തിൽ ആദ്യം സ്വർഗ്ഗത്തിൽ കടക്കുന്നയാൾ എന്റെ ഫാത്തിമയാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വർഗ്ഗത്തിലെ നേതാവിന്റെ കഥ പറയുകയാണിത്. ഹറാമും ഹലാലും ഇല്ലാതെ ജീവിച്ച ആളായിരുന്നില്ല. പണമെന്ന് മാത്രം ബോധമായിരുന്നില്ല. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിനും റബ്ബിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവനാണെന്ന ബോധത്തോടുകൂടെ ജീവിച്ച ആളായിരുന്നു സയ്യിദുനാ അലി. 400 ദിർഹം മഹ്റാനി നിശ്ചയിച്ചു. ബാക്കിയുള്ളത് 80 ദിർഹമാണ്. 80 ദിർഹമിന് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചു. ഫാത്തിമാക്ക് വേണ്ട വസ്ത്രം വാങ്ങാൻ, ഫാത്തിമാക്ക് വേണ്ട സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങാൻ, പിന്നെ കല്യാണം നടത്താൻ, കല്യാണം നടത്താൻ അലിയുടെ കയ്യിൽ വേറെ ചെലവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ചെലവ് ഏറ്റെടുക്കുന്നതാരാ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ലികുല്ലി നബിയ്യിൻ റഫീഖുൻ ഫിൽ ജന്ന വറഫീഖി ഫിൽ ജന്നത്തി ഉസ്മാൻ. ഓരോ പ്രവാചകനും സ്വർഗ്ഗത്തിലൊരു കൂട്ടുകാരനുണ്ട്. സ്വർഗ്ഗത്തിലെ എന്റെ കൂട്ടുകാരൻ ഉസ്മാനാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബിയോടൊപ്പം എല്ലാ ഘട്ടത്തിലും റസൂലുള്ളാഹിന്റെ തണലായി നിന്ന ആളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ് ബാക്കി ചെലവിന്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത്. വിവാഹം മംഗളമായി നടക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവാണ് വരൻ. വധുവോ മഹാനായ നബിയുടെ പുന്നാരമകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. രണ്ടുപേരും മധുവിധു ആഘോഷിക്കുന്ന രാവാണ്. പെണ്ണുങ്ങൾ വന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിലെ സ്ത്രീകൾ വന്നു മാറ്റിച്ചു. അതിനു മുമ്പേ നിക്കാഹ് നടന്നു. നിക്കാഹിന് മുമ്പ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പക്കാരെ ശ്രദ്ധിച്ചോളൂ, 21ാം നൂറ്റാണ്ടിന്റെ പ്രസരിപ്പിലെ ചീഞ്ഞളിഞ്ഞ സംസ്കാരം വലിച്ചെറിയണം. മുസ്ലിമാകണമെങ്കിൽ ഹബീബായ നബി നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് കല്യാണം നിശ്ചയിച്ചപ്പോൾ അലിയെ വിളിച്ചിട്ട് പറഞ്ഞു, അലി, ഇനി ഫാത്തിമയോട് സംസാരിക്കാനും പാടില്ല. നിക്കാഹ് കഴിയുന്നത് വരെ ഫാത്തിമയോട് സംസാരിക്കാൻ പാടില്ല. ആര് പറഞ്ഞു സംസാരിക്കാമെന്ന്? നിക്കാഹ് നടക്കുന്നവരെ നീ നിശ്ചയിച്ചുറപ്പിച്ചതാണെങ്കിലും, നീ നിശ്ചയിച്ച് ബിരിയാണി കഴിച്ചു പിരിഞ്ഞതാണെങ്കിലും നിന്റെ ഭാര്യയല്ല. നിന്റെ ഭാര്യയുടെ പിതാവ് എന്നും നീ ഖബിൽതു മിൻക നിക്കാഹ എന്ന് നീ പറയുന്നവരെ അവൾ അന്യ സ്ത്രീ തന്നെയാണ്. ആര് പറഞ്ഞു വന്നു ഈ ചീഞ്ഞളിഞ്ഞ സംസ്കാരം? ഭാര്യ പെണ്ണ് കാണാൻ പോയാൽ മൊബൈൽ കൊടുക്കുന്ന സംസ്കാരം. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, അലി, ഇനി നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. സ്വഹാബാക്കളുടെ സാന്നിധ്യത്തിൽ നിക്കാഹ് നടന്നു. കല്യാണം നടക്കുകയാണ്. അതിനുശേഷമേ അവർ തമ്മിൽ സംസാരിച്ചിട്ടുള്ളൂ. ആദ്യ രാവോടുകൂടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളെ അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കൂട്ടിപ്പോകാൻ പെണ്ണുങ്ങൾ വരികയാണ്.
അവർ മാറ്റിച്ചു. ആദ്യ കല്യാണത്തിന്റെ ദിവസമല്ലേ, ഏതൊരു പെണ്ണിനും ഉണ്ടാവുകയില്ല ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാനുള്ള ആഗ്രഹമുള്ള സമയമല്ലേ അത്. പക്ഷെ അത് വാങ്ങിക്കൊടുക്കാനൊന്നും കഴിവുള്ള ആളല്ല. ലോകത്തിന്റെ ഗുരുവിന്റെ, മദീനയുടെ, അറേബ്യയുടെ മാത്രമല്ല ഇരുലോകങ്ങളുടെയും സയ്യിദുൽ സഖലൈൻ, മനുഷ്യജന്യ വർഗങ്ങളുടെയും നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മകൾക്ക് തെരഞ്ഞെടുത്ത ഭർത്താവിന് ഏറ്റവും സുന്ദരമായ വസ്ത്രങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്നയാളല്ല. ഫാത്തിമ ബീവി മാറ്റിയിട്ട് പുറത്തേക്കിറങ്ങി. ഔറത്ത് ഒന്നുപോലും പുറത്തില്ല. അതാണ് സഹോദരിമാർ മനസ്സിലാക്കേണ്ടത്. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വിവാഹത്തിന്റെ ആദ്യ ദിവസം ചെറുപ്പക്കാരന്റെ കൂടെ ഭർത്താവിന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ ശരീരത്തിന്റെ മാംസള ഭാഗങ്ങൾ അന്യപുരുഷന്മാർക്ക് കാണിച്ചു കൊടുത്ത് ഇറങ്ങിപ്പോകുന്ന നിനക്ക് ഒരിക്കലും ഫാത്തിമ ബീവിയുടെ കൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന് വിചാരിക്കേണ്ട മൗഢ്യമാണ് ആ ധാരണ. ആ ധാരണ മൗഢ്യമാണ്. ആരാണോ നിന്നെ സൃഷ്ടിച്ചത്, ആരാണോ ഈ ഭൂമി സംവിധാനം ചെയ്തത്, ആരാണോ ആകാശ ലോകങ്ങൾ സംവിധാനം ചെയ്തത് എന്ന് വരെ ആരും അവകാശപ്പെട്ടിട്ടില്ലല്ലോ റബ്ബല്ലാതെ. ആ റബ്ബ് തന്നെ ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതം അവൻ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ജീവിതത്തിൽ പരാജയപ്പെടും. നിന്റെ വയറിനെ ആർക്ക് വേണ്ടിയാ പുറത്ത് കാണിക്കുന്നത്? നിന്റെ ശരീരത്തിന്റെ മാംസള ഭാഗങ്ങൾ അന്യപുരുഷന്റെ മുമ്പിൽ നീ കാണിച്ചാൽ ലാ യദ്ഖുലുൽ ജന്ന, അവർക്ക് സ്വർഗ്ഗമില്ലെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമയുടെ ശരീരം മുഴുവൻ മറച്ചിരിക്കുകയാണ്. മറച്ചവർ പുറത്തേക്ക് ഇറങ്ങി. ഈ രംഗം കണ്ടുകൊണ്ട് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. ഏതൊരു പെണ്ണും ഏറ്റവും സന്തോഷിക്കേണ്ട ദിവസത്തിൽ ഫാത്തിമ ധരിച്ച വസ്ത്രം ഒരു സാധാരണയിൽ അപ്പുറമുള്ള ഭംഗിയോ സൗന്ദര്യമോ ഇല്ലാത്ത വസ്ത്രമായിരുന്നു. പൊന്നുമോളുടെ ദുനിയാവിലെ വിവാഹത്തിന്റെ അവസ്ഥ ഏതായിരുന്നു? സയ്യിദുനാ ഉസ്മാൻ കരഞ്ഞു റളിയല്ലാഹു അൻഹു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടി കരഞ്ഞു പോയി. അങ്ങനെ ആദ്യ വിവാഹം നടക്കുന്നു. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിന്റെ അറയിലേക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കടന്നു വരികയാണ്. ആദ്യ രാത്രിയാണ്. നമ്മൾ ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. ആദ്യ രാത്രി ആരുടെ ആദ്യ രാത്രിയാണ്? ചെറുപ്പക്കാരുടെ സ്വർഗ നേതാവിന്റെ ആദ്യ രാത്രി, ചെറുപ്പക്കാരികളുടെ സ്വർഗ നേതാവിന്റെ ആദ്യ രാത്രി. രണ്ടുപേരും സംഗമിക്കുകയാണ്. ബിസ്മി ചൊല്ലി സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു അറയിലേക്ക് കയറി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അറയിലേക്ക് കയറി. രണ്ടുപേരും അറയിൽ സംഗമിക്കുകയാണ് ആദ്യ രാത്രി. അല്ലാഹുവിന്റെ നാമധേയം, പടച്ച റബ്ബിന്റെ നാമധേയത്തിൽ ഭാവവാക്യങ്ങൾ ഉച്ചരിച്ചുകൊണ്ട്, ബിസ്മി ഉച്ചരിച്ചുകൊണ്ട് അവർ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. കടന്നു വന്ന പാടെ ഫാത്തിമ കരയാൻ തുടങ്ങി. ഫാത്തിമ കരയുകയാണ് ആദ്യ രാത്രി. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു വല്ലാതെ വിഷമിച്ചു പോയി. അലി റളിയല്ലാഹു അൻഹു ചിന്തിച്ചത് എന്താണെന്നറിയോ? എത്ര വലിയ ധനാഢ്യർ വന്ന് വിവാഹാലോചന നടത്തിയത്. ഒന്നുമില്ലാത്ത പാപ്പരനായ എന്റെ കൂടെ വരാൻ വിധിയുള്ളത് കൊണ്ടാകാം ഒരു പക്ഷേ ഫാത്തിമ കരയുന്നത്. റസൂലുള്ളാഹിക്ക് ഫാത്തിമയെ വലിയ ധനാഢ്യർ വന്ന് ചോദിച്ചപ്പോൾ വിവാഹം ചെയ്തു കൊടുത്തുകൂടായിരുന്നില്ലേ? എന്തിനീ സാധുവിനെ തെരഞ്ഞെടുത്തോ ഫാത്തിമയെ ബുദ്ധിമുട്ടിക്കാൻ? അലി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്ത. അലി റളിയല്ലാഹു അൻഹു വിഷമിച്ചു പോയി. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ നിങ്ങൾ എന്തിനാ കരയുന്നത്? നീ എന്തിനാണ് ഫാത്തിമ കരയുന്നത്? ദരിദ്രനായ എന്റെ കൂടെ വരാൻ വിധിക്കപ്പെട്ടത് കൊണ്ടാണോ? ഫാത്തിമ പറഞ്ഞു, അല്ല. മോളെ പിന്നെ എന്തിനാ നീ കരയുന്നത്? നിന്റെ പിതാവിന്റെ കൂടെ ഇതുവരെ നീ നിന്ന് നിന്റെ പിതാവിനോട് വേർപിരിഞ്ഞതിലത് ദുഃഖമാണോ ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ല. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, പിന്നെ എന്തിനാണ് മോളെ നീ കരയുന്നത്? ഒന്ന് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞപ്പോൾ കണ്ണുനീർ തുറച്ചുകൊണ്ട്, ആദ്യ രാത്രി അവരുടേത് ചിരിയുടെ രാത്രിയല്ല, തമാശയുടെ രാത്രിയല്ല, അവരുടെ രാത്രി തമ്മാടിത്തരങ്ങളുടെ രാത്രിയല്ല, ബ്ലൂ ഫിലിമുകളുടെ രാത്രിയല്ല, അവരുടെ രാത്രി വീഡിയോ ക്യാമറകൾ മിന്നിമറയുന്ന രാത്രിയല്ല, അതിൽ നിന്നുള്ള ലൈറ്റ് പ്രകാശം മിന്നിമറയുന്ന രാത്രിയല്ല. അവരുടെ ആദ്യ രാത്രി, അവരുടെ ആദ്യത്തെ അറയിലേക്കുള്ള പ്രവേശനം അന്യ ഫോട്ടോഗ്രാഫർമാർ കയറിയിറങ്ങി തമ്മാടിത്തരം കാണിച്ച രാത്രിയല്ല. ആദ്യ രാത്രി അവർ കയറിയിട്ട് കരയുകയാണ്.
കരയാൻ. എന്തേ അവർ കരഞ്ഞത്? ഫാത്തിമ ബീവി പറഞ്ഞു അലിയോട്, പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ അറയിലേക്ക് അങ്ങ് കയറിയപ്പോൾ, അറയിലേക്ക് കയറിയിട്ട് നിങ്ങൾ വെളിച്ചം അണച്ചു കളഞ്ഞല്ലോ. വെളിച്ചം അണച്ചു കളഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു പോയി, ഇതിനേക്കാൾ കൂരിരുട്ടുള്ള ഒരു അറയുണ്ടല്ലോ, ഇതിനേക്കാൾ കൂരിരുട്ടുള്ള ഒരു അറയുണ്ടല്ലോ നമുക്ക് കിടക്കാൻ. അതാണ് ഞാൻ ആലോചിച്ചു പോയത്. ഇന്നലെ വരെ എനിക്ക് ഭയത്തിനെക്കിടി പേടിയാകുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഉപ്പയുണ്ടായിരുന്നു. രാത്രി വീട്ടിൽ കിടന്നുറങ്ങാൻ ഉപ്പയുടെ അടുത്ത് ഉപ്പയുള്ള വീട്ടിൽ ഞാൻ കിടന്നുറങ്ങും, എനിക്ക് ഭയമില്ലായിരുന്നു. ഇന്ന് മുതൽ നിങ്ങളുണ്ട് എൻ്റെ അറയിൽ, പേടിക്ക്. ഈ വെളിച്ചം അങ്ങണച്ചു കണച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇപ്പോൾ എനിക്ക് ഈ ഇരുട്ടറയിൽ അങ്ങുണ്ട് എന്നെ സമാധാനിപ്പിക്കാൻ, പേടിപ്പിക്കാൻ. എന്നാൽ ഇനി ഒരു അറ വരാനുണ്ടല്ലോ, അത് കല്ലിന്റെ അറയാം, അത് മണ്ണിന്റെ അറയാം. ഭൂമിക്കകത്തേക്ക് മനുഷ്യനെ കൊണ്ടുപോയി വെക്കുന്ന രംഗമാണല്ലോ അത്. തഫക്കറതോ ഫീ തൂലിൽ ഹിസാബി വഅർളിഹി വദുല്ലി മഖാമി ഹീന ഹിസാബിയ. ജീവിതത്തിൽ ചെയ്തു പോയ കാര്യങ്ങളെ കുറിച്ചൊക്കെ കണക്ക് ചോദിക്കാൻ മലക്കുകൾ വരുന്ന അറയാണല്ലോ അത്. അറയിലേക്ക് എന്നെ കൊണ്ടുപോയി വെച്ചാൽ അതിന്റെ ഇരുട്ടിൽ, ആ ഇരുട്ടറയിൽ എൻ്റെ കൂടെ എനിക്ക് സമാധാനത്തിന് ആരാണ് ഉണ്ടാവുക എന്നാ ഞാൻ ആലോചിച്ചു പോയി. അതാലോചിച്ചപ്പോഴാണ് ഞാൻ കരഞ്ഞതെന്ന് സയ്യിദുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇതായിരുന്നു ഫാത്തിമ ബീവിയുടെ ആദ്യ രാത്രി. ചെറുപ്പക്കാരികളെ ചിന്തിക്കണം, സഹോദരിമാരെ ചിന്തിക്കണം.